ഹായ് ഓൾ, വെൽക്കം ടു SCIT സമഗ്ര. ഇന്നത്തെ ടോപ്പിക് 2026 ഫെബ്രുവരി മാസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് നോക്കാം. കേരള വനം വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഫോർസൈറ്റ്. കേരള വനം വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമാണ് ഫോർസൈറ്റ്. ഫോറസ്റ്റ് സാറ്റലൈറ്റ് ഇമാജിനറി ആൻഡ് ജിയോഗ്രഫിക് ഹോട്ട്സ്പോട്ട് ട്രാക്കിംഗ് എന്നാണ് ഫോർസൈറ്റിന്റെ പൂർണ്ണരൂപം. ഫോറസ്റ്റ് സാറ്റലൈറ്റ് ഇമാജിനറി ആൻഡ് ജിയോഗ്രഫിക് ഹോട്ട്സ്പോട്ട് ട്രാക്കിംഗ് എന്നാണ് ഫോർസൈറ്റിന്റെ പൂർണ്ണരൂപം. കേരളത്തിലെ നിലവിലെ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് ശ്രീ ഷിബു ബേബി ജോൺ ആണ് കേരളത്തിലെ നിലവിലെ വനം വകുപ്പ് മന്ത്രി. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി എന്ന ആഗോള പട്ടികയിൽ അടുത്തിടെ ഇടം പിടിച്ച കേരളത്തിലെ നഗരസഭ ആണ് വർക്കല നഗരസഭ. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി എന്ന ആഗോള പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ കേരളത്തിലെ നഗരസഭയാണ് വർക്കല നഗരസഭ. ലോകമെമ്പാടുമുള്ള 20 നഗരപ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭ തയ്യാറാക്കിയ സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിലാണ് കേരളത്തിൽ നിന്നുള്ള വർക്കല മുനിസിപ്പാലിറ്റി ഇടം നേടിയത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എവിടെയാണ് നിലവിൽ വരുന്നത്? ബ്രഹ്മപുരം. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്താണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ പ്രൊജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി അടുത്തിടെ ഏത് ആഫ്രിക്കൻ രാജ്യത്തു നിന്നാണ് പുതിയ ബാച്ച് ചീറ്റകളെ മധ്യപ്രദേശ് കൂനോ നാഷണൽ പാർക്കിൽ എത്തിച്ചത്? ഇന്ത്യയുടെ പ്രൊജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായിട്ട് അടുത്തിടെ ഏത് ആഫ്രിക്കൻ രാജ്യത്തു നിന്നാണ് പുതിയ ബാച്ച് ചീറ്റകളെ മധ്യപ്രദേശിലെ കൂനോ നാഷണൽ പാർക്കിൽ എത്തിച്ചത്? ബോട്സ്വാനയിൽ നിന്നാണ്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ഏത് രാജ്യത്താണ് ഇന്ത്യ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്? അത് ഓസ്ട്രേലിയയിലെ കോക്കോസ് ദ്വീപിലാണ്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഏത് രാജ്യത്താണ് ഇന്ത്യ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്? ഓസ്ട്രേലിയയിലെ കോക്കോസ് ദ്വീപിലാണ്. ഗഗൻയാൻ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് 2024 ISROയും ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസിയും ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ബഹിരാകാശ സഞ്ചാരികളുടെയും ക്രൂ മൊഡ്യൂളിന്റെയും സുരക്ഷിതമായ തിരിച്ചിറക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കാനാണ് ഈ കരാറ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ATMP പ്ലാന്റ് എവിടെയാണ് നിലവിൽ വരുന്നത്? ഗുജറാത്തിലെ സാനന്ദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ATMP പ്ലാന്റ് എവിടെയാണ് നിലവിൽ വരുന്നത്? ഗുജറാത്തിലെ സാനന്ദിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് അടുത്തിടെ നിലവിൽ വന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് അടുത്തിടെ നിലവിൽ വന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ്. തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിലുള്ള കൊല്ലിമലയിലെ അരിയൂർ ചോല റിസർവ് വനത്തിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് തുറന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ആയി പ്രഖ്യാപിക്കപ്പെട്ടത് ലഡാക്കിലെ ഹാൻലെയാണ്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത് ലഡാക്കിലെ ഹാൻലെയാണ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ചന്ദ്രശേഖര വെങ്കിടരാമൻ അതായത് CV രാമൻ പ്രഭാവം രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ഫെബ്രുവരി 28 ഇന്ത്യയിലെ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നു. 2026 തീം വികസിത ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിന് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന ആശയമാണ് ഈ വർഷത്തെ ദേശീയ ശാസ്ത്ര ദിനം മുന്നോട്ട് വെക്കുന്നത്. വിമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിന് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന ആശയമാണ് ഈ വർഷത്തെ ദേശീയ ശാസ്ത്ര ദിനം മുന്നോട്ട് വെക്കുന്നത്. അത്യാധുനിക യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റാകുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അത്യാധുനിക യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റാകുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. പൊക്രാൻ ഫയറിംഗ് റേഞ്ചിൽ നടക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസമായ വായുശക്തി 2026 പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് സുപ്രീം കമാൻഡർ കൂടിയായ രാഷ്ട്രപതി ഈ യാത്ര നടത്തിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ അറ്റാക്ക് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. പൊക്രാൻ ഫയറിംഗ് റേഞ്ചിൽ നടക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസമായ വായുശക്തി 2026 പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കമാൻഡർ കൂടിയായ രാഷ്ട്രപതി യാത്ര നടത്തിയത്. അത്യാധുനിക യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ദ്രൗപദി മുർമു. 2026 ഫെബ്രുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ സേന തുടങ്ങിയ സൈനിക നീക്കത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക് എന്നാണ് 2026 ഫെബ്രുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ സേന തുടങ്ങിയ
സൈനിക നീക്കത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക്. വനിതാ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഡൽഹിയിൽ ആരംഭിക്കുന്ന വനിതകൾ മാത്രം ഓടിക്കുന്ന ഇലക്ട്രിക് ഇരുചക്ര ടാക്സി പദ്ധതിയാണ് ഈ ബൈക്ക് ദീദി. വനിതാ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഡൽഹിയിൽ ആരംഭിക്കുന്ന വനിതകൾ മാത്രം ഓടിക്കുന്ന ഇലക്ട്രിക് ഇരുചക്ര ടാക്സി പദ്ധതിയാണ് ഈ ബൈക്ക് ദീദി. 1925 മഹാത്മാഗാന്ധി സ്ഥാപിച്ച അഖില ഭാരത ചർക്ക സംഘത്തിന്റെ ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ഏത് ദിവസമാണ് സംസ്ഥാന തലത്തിൽ ഖാദി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്? സെപ്റ്റംബർ 23 സംസ്ഥാന തലത്തിൽ ഖാദി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ 23. ഖാദി ആഘോഷ വർഷം 2025 സെപ്റ്റംബർ 23 മുതൽ 2026 സെപ്റ്റംബർ 22 വരെയുള്ള ഒരു വർഷക്കാലം സംസ്ഥാനത്ത് ഖാദി ആഘോഷ വർഷമായിട്ട് ആചരിക്കും. ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഓർമ്മക്കായിട്ടാണ് ദേശീയ കൈത്തറി ദിനം ആചരിക്കുന്നത്. കേരള വനം വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഫോർസൈറ്റ്. കേരള വനം വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ കാട്ടുതീ മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഉപഗ്രഹ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഫോർസൈറ്റ്. ടി.ഡി. രാമകൃഷ്ണൻ രചിച്ച കോരപ്പാപ്പാന് സ്തുതിയായിരിക്കട്ടെ എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ തന്നെ പ്രശസ്തമായ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവലിന്റെ 2ാം ഭാഗമാണ്. അപ്പോൾ ടി.ഡി. രാമകൃഷ്ണൻ രചിച്ചതാണ് കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന പുസ്തകം. ടി.ഡി. രാമകൃഷ്ണൻ രചിച്ച ബുക്കാണ് കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. അത് അദ്ദേഹത്തിന്റെ തന്നെ പ്രശസ്തമായ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവലിന്റെ 2ാം ഭാഗമാണ്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് പഠിച്ച സച്ചാർ കമ്മിറ്റിയിലെ അംഗമായിരുന്ന സാമൂഹിക ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ ടി.കെ. ഉമ്മൻ. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് പഠിച്ച സച്ചാർ കമ്മിറ്റിയിലെ അംഗമായിരുന്ന സാമൂഹിക ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ ടി.കെ. ഉമ്മനാണ്. ഇന്റർനാഷണൽ സോഷ്യോളജി അസോസിയേഷന്റെ 12ാമത് പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സുപ്രധാന പദവിയിലെത്തുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് അദ്ദേഹം, പ്രൊഫസർ ടി.കെ. ഉമ്മൻ. ഇന്റർനാഷണൽ സോഷ്യോളജിക്കൽ അസോസിയേഷന്റെ 12ാമത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സുപ്രധാന പദവിയിലെത്തുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് പ്രൊഫസർ ടി.കെ. ഉമ്മൻ. സാമൂഹിക ശാസ്ത്രജ്ഞൻ എന്നതിനു പുറമെ എഴുത്തുകാരൻ, അധ്യാപകൻ തുടങ്ങി വിവിധ മേഖലകളിൽ സംഭാവനകൾ കണക്കിലെടുത്ത് 2008 പത്മഭൂഷൺ നൽകി ആദരിച്ചു. പ്രൊഫസർ ടി.കെ. ഉമ്മന് പത്മഭൂഷൺ ലഭിച്ച വർഷം 2008. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഫ്രം ഭാരത് ടു ഇന്ത്യ ആൻഡ് അക്കാദമിക്സ് ജേണി. ഫ്രം ഭാരത് ടു ഇന്ത്യ ആൻഡ് അക്കാദമിക്സ് ജേണി എന്നാണ് ആത്മകഥ. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളുണ്ട്: പ്രൊട്ടസ്റ്റ് ആൻഡ് ചേഞ്ച്, സ്റ്റഡീസ് ഇൻ സോഷ്യൽ മൂവ്മെന്റ്സ്, സിറ്റിസൺഷിപ്പ് ആൻഡ് നാഷണൽ ഐഡന്റിറ്റി, ദി ക്രിസ്ത്യൻ ക്ലർജി ഇൻ ഇന്ത്യ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന ബുക്കുകളാണ്. 2026 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബംഗാൾ ആഗ്ര ആൻഡ് ആസാം സിവിൽ കോഡ്സ് ആക്ട് 1887 പകരമായിട്ട് സ്വന്തമായി പുതിയ സിവിൽ കോടതി ബില്ല് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. 2026 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ബംഗാൾ ആഗ്ര ആൻഡ് ആസാം സിവിൽ കോഡ്സ് ആക്ട് 1887 പകരമായി സ്വന്തമായിട്ട് പുതിയ സിവിൽ കോടതി ബില്ല് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ലക്ഷദ്വീപിലും മിനിക്കോയ് ദ്വീപ സമൂഹങ്ങളിലുമായിട്ട് ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്തിന്റെ സദേൺ എയർ കമാൻഡിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും സായുധ സേന സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഡിവിഷനും ചേർന്ന് നടത്തിയ സംയുക്ത സമുദ്ര അഭ്യാസത്തിന്റെ പേരാണ് കളരി ലീപ്പ്. ലക്ഷദ്വീപിലും മിനിക്കോയ് ദ്വീപ സമൂഹത്തിലുമായിട്ട് ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും സായുധ സേന സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഡിവിഷനും ചേർന്ന് നടത്തിയ സംയുക്ത സമുദ്രാഭ്യാസത്തിന്റെ പേരാണ് കളരി ലീപ്പ്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉപയോഗിച്ച് വൈദ്യുതി സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉപയോഗിച്ച് വൈദ്യുതി സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം. റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച കേരള റബ്ബർ ലിമിറ്റഡിന്റെ ആസ്ഥാനമാണ് കോട്ടയം ജില്ലയിലെ വെള്ളൂര്. റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച കേരള റബ്ബർ ലിമിറ്റഡിന്റെ ആസ്ഥാനമാണ് കോട്ടയം ജില്ലയിലെ വെള്ളൂര്. റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച കേരള റബ്ബർ ലിമിറ്റഡിന്റെ ആസ്ഥാനമാണ് കോട്ടയം ജില്ലയിലെ വെള്ളൂര്. ഇന്ത്യയുടെ സാമ്പത്തിക വിവരങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായിട്ട് RBI തങ്ങളുടെ 2ാമത്തെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെന്റർ അടുത്തിടെ എവിടെയാണ് സ്ഥാപിച്ചത്? ഭുവനേശ്വറിലാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വിവരങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായിട്ട് RBI തങ്ങളുടെ 2ാമത്തെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെന്റർ അടുത്തിടെ എവിടെയാണ് സ്ഥാപിച്ചത്? ഭുവനേശ്വറിലാണ്.
അടുത്തിടെ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായിട്ട് സൗജന്യ രാജ്യവ്യാപകമായ HPV വാക്സിനേഷൻ ഡ്രൈവ് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു. HPV എന്നതിന്റെ പൂർണ്ണ രൂപമാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കൗമാരക്കാരായ പെൺകുട്ടികൾക്കായിട്ട് സൗജന്യ രാജ്യവ്യാപക HPV വാക്സിനേഷൻ ഡ്രൈവ് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു. HPV എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് ഈ വാക്സിൻ നൽകുന്നത്. ഈ പ്രായത്തിൽ വാക്സിൻ നൽകുന്നതാണ് ഏറ്റവും ഫലപ്രദമെന്ന് കണ്ടെത്തിയതിനാലാണിത്. ഗാർഡാസിൽ എന്ന വാക്സിന്റെ ഒറ്റ ഡോസാണ് ഈ പ്രത്യേക ക്യാമ്പയിനിലൂടെ നൽകുന്നത്. ഇത് ക്യാൻസറിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട 4 തരം HPV വൈറസുകളെ തടയും. ഗാർഡാസിൽ എന്ന വാക്സിന്റെ പേരെന്താണ്? ഗാർഡാസിൽ എന്ന വാക്സിന്റെ ഒറ്റ ഡോസാണ്, സിംഗിൾ ഡോസാണ് ഈ പ്രത്യേക ക്യാമ്പയിനിലൂടെ നൽകുന്നത്. 2026 ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച 7ാമത് ധർമ്മ ഗാർഡിയൻ സൈനിക അഭ്യാസം ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. 2026 ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച 7ാമത് ധർമ്മ ഗാർഡിയൻ എന്ന സൈനിക അഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? ജപ്പാനും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ്. സംസ്ഥാന പുരാരേഖ വകുപ്പിന് കീഴിലുള്ള 1 കോടിയിലധികം വരുന്ന താളിയോല രേഖകളുടെ സംരക്ഷണത്തിനും പഠനത്തിനുമായിട്ട് വിഭാവനം ചെയ്ത ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്താണ്. സംസ്ഥാന പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള 1 കോടിയിലധികം വരുന്ന താളിയോല രേഖകളുടെ സംരക്ഷണത്തിനും പഠനത്തിനുമായിട്ട് വിഭാവനം ചെയ്ത ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം. 2026 ഫെബ്രുവരിയിൽ വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസിന്റെ 4ാമത് എഡിഷന് വേദിയാവുന്നത് ഗോവയാണ്. 2026 ഫെബ്രുവരിയിൽ വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസിന്റെ 4ാമത് എഡിഷന് വേദിയാവുന്നത് ഗോവ. ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും പരമോന്നത ബഹുമതികൾ ലഭിക്കുന്ന അപൂർവം ചില ലോക നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ റോഡ് സേഫ്റ്റി ചാമ്പ്യനായിട്ട് അടുത്തിടെ നിയമിതനായ പ്രമുഖ ഇന്ത്യൻ കായിക താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ റോഡ് സേഫ്റ്റി ചാമ്പ്യനായിട്ട് അടുത്തിടെ നിയമിതനായ പ്രമുഖ ഇന്ത്യൻ കായിക താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. രാജ്യത്തിന്റെ തനത് ചികിത്സാ ശാസ്ത്രമായ ആയുർവേദത്തെ ആധുനിക ഗവേഷണങ്ങളിലൂടെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് കേരളത്തിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കല്യാട്ട്. രാജ്യത്തിന്റെ തനത് ചികിത്സാ ശാസ്ത്രമായ ആയുർവേദത്തെ ആധുനിക ഗവേഷണങ്ങളിലൂടെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് കേരളത്തിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് കണ്ണൂർ ജില്ലയിലെ കല്യാട്ട്. കൈറ്റ് വികസിപ്പിച്ചെടുത്ത തമിഴ്, കന്നഡ ഭാഷകളിലെ വിദ്യാഭ്യാസ ഉള്ളടക്കങ്ങൾ അടുത്തിടെ ഉൾപ്പെടുത്തിയ ആഗോള സ്വതന്ത്ര വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറാണ് ജി കോംബ്രിസ്. കൈറ്റ് വികസിപ്പിച്ചെടുത്ത തമിഴ്, കന്നഡ ഭാഷകളിലെ വിദ്യാഭ്യാസ ഉള്ളടക്കങ്ങൾ അടുത്തിടെ ഉൾപ്പെടുത്തിയ ആഗോള സ്വതന്ത്ര വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറാണ് ജി കോംബ്രിസ്. 10 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കളികളിലൂടെ ഗണിതം, ഭാഷാശാസ്ത്രം, ഭൂമിശാസ്ത്രം എന്നിവ പഠിക്കാൻ സഹായിക്കുന്ന പ്രശസ്തമായ ഒരു ആഗോള സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറാണ് ജി കോംബ്രിസ്. 10 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കളികളിലൂടെ ഗണിതം, ഭാഷാശാസ്ത്രം, ഭൂമിശാസ്ത്രം എന്നിവ പഠിക്കാൻ സഹായിക്കുന്ന പ്രശസ്തമായ ഒരു ആഗോള സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറാണ് ജി കോംബ്രിസ്. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായിട്ട് രൂപീകരിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ VP ജോയിയാണ്. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായിട്ട് രൂപീകരിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ VP ജോയി. അടുത്തിടെ ഹൈക്കോടതി ഇടപെടലിലൂടെ വാർത്തകളിൽ ഇടം നേടിയ അന്താരാഷ്ട്ര റാംസർ പദവി ലഭിക്കാൻ ഒരുങ്ങുന്ന കോട്ടൂളി തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തിടെ ഹൈക്കോടതി ഇടപെടലിലൂടെ വാർത്തകളിൽ ഇടം നേടിയ അന്താരാഷ്ട്ര റാംസർ പദവി ലഭിക്കാൻ ഒരുങ്ങുന്ന കോട്ടൂളി തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. നിലവിൽ കേരളത്തിലെ 3 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. ശാസ്താംകോട്ട, വേമ്പനാട് കോള്, അഷ്ടമുടിക്കായല്. ഈ 3 2002 പട്ടികയിൽ ഉൾപ്പെട്ടത്. കോട്ടൂളി കൂടി ഉൾപ്പെടുന്നതോടെ കേരളത്തിൽ ഇത് 4 മാറും. കോഴിക്കോട് നഗരത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ഇക്കോ പാച്ചാണ് കോട്ടൂളി. കണ്ടൽക്കാടുകളുടെ സാന്നിധ്യമുള്ള ഈ തണ്ണീർത്തടം കനോലി കനാലുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ഏഴര പൊന്നാന എഴുന്നള്ളിപ്പിന് പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ഏഴര പൊന്നാന എഴുന്നള്ളിപ്പിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയമാണ്
ഏഴര പൊന്നാന എഴുന്നള്ളിപ്പിന് പ്രസിദ്ധമായ ക്ഷേത്രം. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പരിപാടിയിൽ പരാമർശിക്കപ്പെട്ടതും 570 അപൂർവ നെല്ലിനങ്ങൾ കൃഷി ചെയ്ത് സംരക്ഷിക്കുന്നതുമായ കേരളത്തിലെ ഗ്രാമമാണ് പെരിങ്ങോട്ടുകര ഗ്രാമം. തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകര ഗ്രാമം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പരിപാടിയിലൂടെ പരാമർശിക്കപ്പെട്ടതും 570 അപൂർവ നെല്ലിനങ്ങൾ കൃഷി ചെയ്ത് സംരക്ഷിക്കുന്നതുമായ കേരളത്തിലെ ഗ്രാമമാണ് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഗ്രാമം. 2026 ഫെബ്രുവരിയിൽ ഹിമാചൽ പ്രദേശിലെ ബക്ലോയിൽ ആരംഭിച്ച 16ാമത് വജ്രപ്രഹാർ സംയുക്ത സൈനികാഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ളതാണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് വജ്രപ്രഹാർ. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ഏബിൾ പോയിന്റ് പദ്ധതിയുടെ ആദ്യ ഔട്ട്ലെറ്റ് എവിടെയാണ് നിലവിൽ വരുന്നത്? കാക്കനാടാണ്. പദ്ധതിയുടെ മുഴുവൻ പേര് എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്നാണ് പദ്ധതിയുടെ മുഴുവൻ പേര്. ഈ പദ്ധതിക്ക് കീഴിൽ ആരംഭിക്കുന്ന വിൽപ്പനശാലകളാണ് ഏബിൾ പോയിന്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ സംസ്ഥാന ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ഏബിൾ പോയിന്റ് പദ്ധതിയുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് എവിടെയാണ് നിലവിൽ വരുന്നത്? അത് കാക്കനാടാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകരവിരുദ്ധ നയത്തിന്റെ പേരെന്താണ്? പ്രഹാർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകരവിരുദ്ധ നയത്തിന്റെ പേരാണ് പ്രഹാർ. പ്രഹാറിന്റെ 7 അടിസ്ഥാന തത്വങ്ങളാണ്. പി എന്നുള്ളത് പ്രിവെൻഷൻ, ആറ് റെസ്പോൺസ്, എ അഗ്രിഗേറ്റിംഗ്, എ ഹ്യൂമൻ റൈറ്റ്സ്, എ അറ്റന്യൂറ്റിംഗ്, പിന്നെ അലൈനിങ്, റിക്കവറി. ഇതാണ് പ്രഹാർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകരവിരുദ്ധ നയത്തിന്റെ പേരാണ് പ്രഹാർ എന്നത്. ഇത്രയാണ് ഫെബ്രുവരി മാസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, താങ്ക് യു.